ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ച കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ ചെടി നമ്മുടെ ബോർഡർ ഗ്രാസ് എന്ന് പറയും. നല്ല അടിപൊളി ഒരു ചെടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിതൊരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാവിൻ്റെ ചുറ്റും ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായ ചെടിയാണ് നമ്മുടെ ഈ ബോർഡർ ഗ്രാസ്. അപ്പോൾ നല്ല ഭംഗിയിൽ നിന്നിട്ടുണ്ടായതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് വളർന്ന് നല്ല മൂത്ത് മുരടിച്ച പോലെയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം പൊരിച്ചിങ്ങെടുത്ത് ശേഷം ഞാനത് കട്ട് ചെയ്ത് നല്ല കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് അതൊന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും കാണാൻ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള അതിന് ചുറ്റും നട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബോർഡർ ഗ്രാസ് മൊത്തം അങ്ങ് പൊരിച്ചെടുത്ത് പറിച്ചെടുത്തു. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഓരോ പോട്ടുകളിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെടികൾ ഇഷ്ടപ്പെടുന്ന, പൂക്കൾ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ചെടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ഞാനിതാ ഒരുപാട് ചെടികൾ ഇതുപോലത്തെ ബോർഡർ ഗ്രാസ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഏട്ടനൊരു പോട്ടിങ് മിക്സാക്കി വെച്ചിട്ടുണ്ടായിന്. അതായത് നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ ചകിരിച്ചോറ്, അതുപോലെ മണ്ണ്, പിന്നെ നമ്മുടെ പൂഴി. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത പോട്ടിങ് മിക്സ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു ഈ സംഭവങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റീപോർട്ട് ചെയ്യാനായി. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് കുറേ കുഞ്ഞു കുഞ്ഞു പോട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ചെടികൾ നമ്മൾ പിന്നെ നഴ്സറികളിൽ പോയിട്ട് വാങ്ങി വരുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പോട്ട്സിലാണല്ലോ കിട്ടുക. അന്നേരം ആ കുഞ്ഞു കുഞ്ഞു പോട്ട്സുകളെല്ലാം ഞാൻ എന്ത് ചെയ്തു, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞ് ചെടികളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ എന്ത് ചെയ്തു, ഈ നമ്മുടെ ബോർഡർ ഗ്രാസ് മാത്രം ഒരു 10 ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മുറ്റത്തോ ഏതെങ്കിലും ഒരു കോർണറിൽ നല്ല വരിയായി വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോർഡർ പോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഈ ബോർഡർ ഗ്രാസ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ പുല്ല് പോലെ തന്നെയാണ് കാണാൻ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യുക. അതായത് നമ്മൾ കട്ട് ചെയ്ത് ഓരോ ഷേപ്പിലാക്കി വെക്കാൻ പറ്റും. ഏത് ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് കുറച്ചും കൂടി ഹൈറ്റിൽ വളർത്താൻ പറ്റും കേട്ടോ. ഒരുപാട് ഹൈറ്റിലല്ല, എന്നാലും കുറച്ച് നല്ലൊരു ഹൈറ്റിൽ നമുക്കിത് വളർത്താൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേരോടെ പറിച്ചെടുത്തോണ്ട് തന്നെ അത് വേര് പിടിക്കാൻ അത്ര പ്രയാസമില്ല. വേരോടെ മാത്രമല്ല, നമുക്ക് അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ലോണം പിടിച്ച് കിട്ടുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. പിന്നെ ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെറും വെള്ളവും കുറച്ച് നല്ല മണ്ണും മാത്രം മതി, നന്നായി വളർന്നോളും. പിന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളർച്ച കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം ഞാൻ ഏതായാലും ചാണകപ്പൊടിയും അതുപോലെ മണ്ണും കൂടി മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സാണ് ഈ പ്ലാന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാണകപ്പൊടിയെല്ലാം ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെടികൾക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന വളം നമ്മുടെ ചാണകപ്പൊടി തന്നെയാണ്. പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് ഞാൻ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓരോ പോട്ട്സിലായിട്ട് ഓരോ തൈയല്ല, ഒരു കൂട്ടം ചെടികൾ ബോർഡർ ഗ്രാസാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്, ഓരോ കൂട്ടങ്ങളായിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തൊന്ന് അതിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് പോട്ട്സിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1-2 ദിവസം മതി കേട്ടോ അത് പിടിച്ച് കിട്ടാൻ. നമ്മൾ വേരടക്കം പൊരിച്ച് നടുന്നതാണെങ്കിൽ 1-2 ദിവസം മതി അത് പിടിച്ച് കിട്ടാൻ. അല്ല, വേരില്ലാണ്ട് കമ്പ് പിടിച്ച് കിട്ടണമെങ്കിൽ ഒരാഴ്ച എന്തായാലും എടുക്കും. അപ്പം ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് നനച്ചും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡുവായിട്ടുണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് എൻ്റെ കയ്യിലുള്ള പോട്ട്സിലെല്ലാം ഞാൻ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന വീഡിയോകളിൽ ഞാൻ എൻ്റെ ഗാർഡൻ മേക്ക് ഓവേഴ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരുപാട് ചെടികളും പ്ലാന്റ്സും മാറ്റി നടുന്ന വീഡിയോസ് ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങാനുള്ള പ്ലാനും കൂടിയുണ്ട്. അപ്പം ഞാൻ സൺഡേസോ അങ്ങനെ ഏതെങ്കിലും ദിവസം പോയി പ്ലാന്റ്സ് വാങ്ങാമെന്നുള്ള
പ്ലാനിങ്ങിലാണ് ഞാനും ഏട്ടനും ഇരിക്കുന്നത്. അപ്പോൾ എവിടെ പോകുമ്പോൾ ചെടി വാങ്ങുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൂട്ടിയിട്ടേ വാങ്ങാൻ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ സെലക്ഷനാണ് മെയിൻ. ഞാൻ അധികവും പൂക്കളുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യൽ. എനിക്ക് ഈ ഇലച്ചെടികളെക്കാളും ഇഷ്ടം പൂക്കളുള്ളതാണ്. പക്ഷേ പൂക്കളുള്ള ചെടികൾ വാങ്ങി നമ്മൾ നട്ട് വളർത്തുമ്പോൾ കുറച്ചും കൂടി കെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇലച്ചെടികളാകുമ്പോൾ നമുക്ക് കെയറിങ് കുറയും. കാരണം അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ലോണം വളർന്നു കിട്ടും. പക്ഷേ ചെടികൾക്ക് അങ്ങനെയല്ല, അതിനാവശ്യമായ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിച്ചാൽ മാത്രമേ നന്നായി വളരൂ. ഇപ്പോൾ ഈ ബോർഡർ ഗ്രാസിനൊന്നും ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഓരോ പോട്ട്സിലാക്കി നടാം. ഇനിയിപ്പം നമുക്ക് പോട്ട്സിൽ നട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോ ഒരു പോർഷനിലോ ഏതെങ്കിലും വീടിൻ്റെ ഒരു കോർണറിലോ നമുക്ക് നല്ല ലൈനായിട്ട് വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദി മെയിൻ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ ബോർഡർ ഗ്രാസ്. അതുപോലെ തന്നെ ഈ ബോർഡർ ഗ്രാസിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റി പ്ലാന്റും കൂടി എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാനത് വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാനത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ അതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നെപ്പോലെ പിന്നെ ഇതുപോലുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു ചട്ടികളിലെല്ലാം ഞാൻ ഈ ബോർഡർ ഗ്രാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. കാരണം എനിക്ക് പിഴുത് കളയാൻ എനിക്ക് മനസ്സ് വരില്ല. കാരണം ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും എന്തൊരു ചെടീൻ്റെ പീസ് ഉണ്ടെങ്കിൽ പോലും ഞാനത് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ച് വെക്കും. കാരണം ഞാൻ കളയില്ല. കാരണം അത്രയും ഒരു പ്ലാന്റ് അഡിക്റ്റഡ് ആണ് ഞാൻ. കാരണം അത്രയും ഈ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നമ്മളെ മൈൻഡിനെ ഒരുപാട് റിഫ്രഷ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഈ ഗാർഡനിങ്. അപ്പോൾ ഇതാ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തു തരാൻ ആളില്ല. അപ്പം ഞാൻ സ്വയം എടുത്തു. പിന്നെ പറയാൻ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ പറയണമെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതിൻ്റെ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ഗാർഡൻ മേക്ക് ഓവേഴ്സ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസുമായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.